പോലീസായി അറിയപ്പെടുന്ന അമേരിക്കയും അതോടൊപ്പം തന്നെ അതിന്റെ നായകനായ ട്രംപും ഇന്ത്യയെ പലതവണ ഭീഷണിപ്പെടുത്തി വിരട്ടി ഏറ്റവും അവസാനം അധിക തീരുവ തന്നെ ചുമത്തി. എന്നിട്ടും ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല, അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ട്രംപ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അത് യൂറോപ്യൻ യൂണിയനെ കൊണ്ട് പറയുകയാണ്, അവരോട് പറയുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയണം, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ തന്നെ മാതൃകയാക്കണമെന്നാണ് ഈ ട്രംപ് പറയുന്നത്. എന്നെ തന്നെ മാതൃകയാക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അധിക തീരുവ ഇന്ത്യക്ക് മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചുമത്തണമെന്നാണ് പറയുന്നത്. പലരും പറയുകയാണ് ഇപ്പോൾ ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനായി ആഗ്രഹിച്ചിരുന്നു എന്നും നരേന്ദ്രമോദിയോട് അതിനുവേണ്ടി നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും അത് നടന്നില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഈ പ്രചരണ യോഗങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം പലതവണ അവകാശപ്പെട്ടതാണ്, എന്നെ പ്രസിഡന്റ് ആക്കിയ 2 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിക്കുമെന്ന്. ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധവും അതോടൊപ്പം തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നു. എന്നിട്ട് 2 യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. രണ്ടും പണ്ട് ഇദ്ദേഹത്തിന്റെ കാലത്ത് ഒരു 50% ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 100%ത്തിലേക്ക് വർദ്ധിച്ചാണ് യുദ്ധം നടക്കുന്നത്. മരണസംഖ്യ കൂടുന്നു, വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണ് റഷ്യ ഒതുക്കാനായി അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന്. ഇന്ത്യക്ക് അങ്ങനെ നിർത്താൻ കഴിയുമോ? കാരണം ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് ഡോളറിലാണ് വിനിമയം നടക്കുന്നത്. അതോടൊപ്പം തന്നെ അമിതമായ പണവും നൽകേണ്ട ഒരു അവസ്ഥയാണ്. മറിച്ച് റഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് രൂപയിൽ തന്നെ അതിന്റെ വിനിമയം നടത്താം. അപ്പോൾ ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ്. ഇന്ത്യ അതനുസരിച്ച് വലിയ രീതിയിലാണ് അവിടെ നിന്ന് എണ്ണ വാങ്ങുകയും അത് മറച്ചു വിൽക്കുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ട്രംപിനെ അലട്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പലതവണ ഇന്ത്യക്ക് ഭീഷണി മുഴക്കുകയാണ്, ഇന്ത്യ അതിൽ നിന്ന് പിന്മാറണം. ഇന്ത്യ പിന്മാറാൻ തയ്യാറല്ല. കാരണം ഇന്ത്യയുടെ വികസനമാണ് വലുത്. ഇന്ത്യയുടെ വികസനവും വലിയ രീതിയിൽ സാമ്പത്തികം കിട്ടുന്ന ഒരു കാര്യം എന്തിന് ഇന്ത്യ ഈ ട്രംപിനെ പേടിച്ച് പിന്നോട്ട് പോകണം? അതിന് ഇന്ത്യ തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ തീരുവ ചുമത്തിയത്. എന്നിട്ടും ഇന്ത്യ ഭയപ്പെടുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവിടെ നിന്നും എണ്ണ ഇന്ത്യയിൽ എത്തിച്ച് പിന്നീട് പലതായി പെട്രോളിയം ഡീസൽ എല്ലാമായി വേർതിരിച്ച് ഇന്ത്യ യൂറോപ്പ് അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങിയിട്ട് ഇപ്പോൾ അവസാനം പറയുകയാണ് അതിൽ നിന്നിപ്പോൾ വാങ്ങുന്നത് നിർത്തി. അപ്പോൾ ജയശങ്കർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങും, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും മറ്റൊരു രസകരമായ കാര്യം, ഈ റഷ്യയും യുക്രൈനും തമ്മിലാണല്ലോ യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏറ്റവും കൂടുതൽ യുക്രൈന് ഏറ്റവും കൂടുതൽ ഡീസൽ നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. അത് 15%ത്തിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ കടത്തിവിട്ട് ഇന്ത്യ ആ രീതിയിൽ കോടിക്കണക്കിന് രൂപ ഉക്രൈനിൽ നിന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ട്രംപ് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഉക്രൈനു വേണ്ടി അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അമേരിക്കയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ വലിയ രീതിയിൽ കഷ്ടപ്പെടുമ്പോൾ ഉക്രൈൻ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഡീസൽ വാങ്ങുന്നു. ഈ ഡീസൽ ഇന്ത്യക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത് എവിടെ നിന്നും വേർതിരിച്ച് ഉക്രൈന് നൽകുകയാണ്. അങ്ങനെ ഇന്ത്യ ഒരു കച്ചവട തന്ത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ ട്രംപിന്റെ ഈ ഭീഷണിയൊന്നും ഇന്ത്യ വകവയ്ക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഭീഷണി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയെ വേട്ടയാടുക, ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുക, രീതിയിലുള്ള പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹത്തെ ആരും പരിഗണിക്കുന്നത് പോലുമില്ല. ഇന്ത്യയുടെ ഇഷ്ടത്തിന് പോവുകയാണ്. ഇപ്പോൾ നാം സംസാരിക്കുമ്പോൾ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട്, റഷ്യയുമായി ബന്ധപ്പെട്ട്, ജപ്പാനുമായി ബന്ധപ്പെട്ട എല്ലാം ഇന്ത്യ സൗഹൃദ സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട്, വ്യവസായവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെടുകയാണ്. ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ട്രംപിന്റെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ ഇന്ത്യക്ക് കൃത്യമായ അജണ്ടയുണ്ട്, നിലപാടുണ്ട്, ലക്ഷ്യമുണ്ട്. ഇന്ത്യക്ക് 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ എവിടെ എത്തണമെന്ന് ഇന്ത്യക്ക് അറിയാം. അല്ലാതെ എല്ലാ കാലത്തും ആ ലോക പോലീസായ അമേരിക്കയെ ഭയപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തെക്കാൾ വലുത് സ്വന്തം വ്യവസായങ്ങളാണ്. അതിനുവേണ്ടിയാണല്ലോ അദ്ദേഹം അസീം മുനീറുമായി ബന്ധപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്.
നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന ബിൻ ലാദൻ എവിടെയാണ് താമസിച്ചിരുന്നത്? ആരാണ് സംരക്ഷണം നൽകിയ? ആ രാജ്യത്തിനെയാണ് ഇപ്പോൾ ട്രംപ് സഹായിക്കാൻ ശ്രമിക്കുന്നത്, പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നത്, പച്ച പരവതാനി വിരിച്ച് അസീം മുനീറിനെ അമേരിക്കയിൽ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഒരു രാജ്യത്തിന് പൂർണ്ണ പിന്തുണയല്ല അമേരിക്ക നൽകുന്നത്. അതിനൊന്നും ഇന്ത്യ തയ്യാറാകുന്നില്ല. ഇന്ത്യക്ക് അതിന് തയ്യാറാകേണ്ട ആവശ്യവുമില്ല. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കിക്കാണാൻ കഴിയുന്നത്. പാകിസ്ഥാനോടൊപ്പം ഈ അമേരിക്കയ്ക്ക് സൗഹൃദം സ്ഥാപിച്ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചിലപ്പോൾ ഈ ട്രംപ് എന്ന വ്യവസായിയും കാണും. പക്ഷെ അമേരിക്ക പോലുള്ള ഒരു ലോകരാജ്യത്തിന് പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് വളരെ മോശം കാര്യമാണ്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്ത്, സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പിന്തുണ നേടിയിട്ട് എന്ത് ലഭിക്കാനാണ്? മറിച്ച് ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയിൽ കൃത്യമായി തന്നെ ഇന്ത്യ ഓരോ വർഷവും കുതിച്ചു കയറുകയാണ്. സാമ്പത്തികപരമായും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലുമെല്ലാം കുതിച്ചു കയറുന്ന ഒരു രാജ്യത്തിനോടൊപ്പം നിന്ന് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പിന്തുണയ്ക്കാനുള്ള ട്രംപ് ചെയ്യുന്നതോ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. അതിന്റെ തിരിച്ചടികൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് 5%-ലധികം ഇടിവാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വലിയ രീതിയിൽ കുറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെ 8% കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ 8% കുറവ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോവുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട കമ്പനികൾ, സർക്കാരിന്റെ തീരുമാനം വേണ്ട, ജനങ്ങളുടെ തീരുമാനം മതിയല്ലോ. അമേരിക്കയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഈ സാധനങ്ങൾ, വസ്തുക്കൾ ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അമേരിക്കയിൽ എത്രത്തോളം കമ്പനികൾ പ്രതിസന്ധിയിലാകും, എത്രത്തോളം ജനങ്ങൾ പ്രതിസന്ധിയിലാകും. കാരണം അമേരിക്കയ്ക്ക് അറിയാം, അമേരിക്കയിലും മറ്റു പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെ പ്രധാന കച്ചവട കേന്ദ്രം, കമ്പോളം ഇന്ത്യയാണ്. ആ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഒരു കാലത്തും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് നാം കണ്ടതാണല്ലോ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യ ആയുധമല്ല എടുത്തത്. ഇന്ത്യ അവിടെ നിന്നുള്ള കയറ്റുമതി നിരോധിക്കുന്നു, അവിടെ നിന്നുള്ള ഉൽപാദനങ്ങൾ നിരോധിക്കുന്നു. പൂർണ്ണമായി തന്നെ ആ ബന്ധം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെയാണ് പുതിയ കാലഘട്ടം. ഇന്ത്യക്ക് ആയുധം വേണ്ട, മറ്റൊരു രീതിയിൽ തന്നെ ആ രാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് മാലദ്വീപുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കാം. മാലദ്വീപ് ചൈനയുമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തിരിച്ചടിയായിരുന്നു ടൂറിസം മേഖലയുമായി ഉണ്ടായത്. ടൂറിസം മേഖലയിൽ ഇന്ത്യക്കാർ അങ്ങോട്ട് മാലദ്വീപിൽ പോകാതിരുന്നപ്പോൾ ആ രാജ്യം വലിയ പ്രതിസന്ധിയിലായി. പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു, മോദിയെ ക്ഷണിക്കുന്നു, അങ്ങനെ ഇന്ത്യക്ക് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യ വെച്ച് ഇന്ത്യക്ക് ഇപ്പോൾ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താൻ കഴിയും, കീഴടക്കാൻ കഴിയും. നമ്മുടെ രാജ്യം എന്തായാലും ഭീഷണിപ്പെടുത്താൻ കഴിയും, മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ പോകാറില്ല. പക്ഷെ ഇങ്ങോട്ട് ഭീഷണിയുമായി വരികയാണെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായി അതിന് മറുപടി കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ആ മറുപടി കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കൂടി എന്നെ സഹായിക്കൂ, യൂറോപ്യൻ രാജ്യങ്ങളെ വരൂ, എന്റെ പാത പിന്തുടരൂ, അവർക്ക് തീരുവ ചുമത്തൂ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നിലവിളിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻ ഉപദേഷ്ടാക്കന്മാരും അതോടൊപ്പം തന്നെ പല സാമ്പത്തിക വിദഗ്ധർ അടക്കമുള്ളവർ പലതവണയായിട്ട് പറയുകയാണ്, ഇന്ത്യയുമായി ഒരു മികച്ച സൗഹൃദത്തിൽ പോകണം, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ഇന്ത്യ വളരുന്ന സാമ്പത്തിക രാജ്യമാണ്, ഓരോ വർഷവും അതിന്റെ വളർച്ച വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു രാജ്യവുമായി നമ്മൾ ആ സൗഹൃദം സ്ഥാപിച്ചു പോകുക, അവരെ പിണക്കാൻ പാടില്ലെന്ന് പല വിദഗ്ധരും പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിന് മനസ്സിലാകുന്നില്ല? അതിനി എന്തായാലും തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരിക്കും മനസ്സിലാകാനുള്ള സാധ്യത. ഇന്ന് തന്നെ നാം കണ്ടതാണ്, റഷ്യയിൽ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ്. എന്തെല്ലാം ഭീഷണിയായിരുന്നു. ഇന്ത്യ ആ എണ്ണ വാങ്ങാൻ പാടില്ല, എണ്ണ വാങ്ങുകയാണെങ്കിൽ മോദിയാണ് ഈ യുദ്ധത്തിന് പുറകിൽ, അല്ലെ, മോദിയുടെ യുദ്ധമാണ് ഉക്രൈനിൽ സംഭവിക്കുന്നത് അടക്കമുള്ള പ്രസ്താവനകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. അതിലൊന്നും ഇപ്പോൾ ഇന്ത്യ വലിയ ഗൗരവമായി കാണുന്നില്ല. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ വന്നാൽ പോലും ഇന്ത്യക്ക് വലിയ ഭീഷണി ആയി മാറാനുള്ള സാധ്യതയില്ല. കാരണം പ്രധാനപ്പെട്ട 4 ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ചൈനയിൽ കണ്ടത്. ആ 4 ലോകരാജ്യങ്ങൾ മാത്രം മതി ഇന്ത്യക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ, പുതിയ ലോകക്രമത്തിൽ മുന്നോട്ട് പോകാൻ.